വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാള സിനിമ ഇറങ്ങിയത് അദ്വൈതം, മോഹൻലാൽ നായകനായി. ആ സിനിമയുടെ ചില രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മോഹൻലാൽ എന്ന ഒരു സഖാവിൻ്റെ ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവിടെ അതിൽ അവതരിപ്പിച്ചത്. ആ സഖാവായിട്ടുള്ള കഥാപാത്രത്തിനോട് പാർട്ടി സെക്രട്ടറി സോമനാണ് ആ കഥാപാത്രം. സോമൻ പറയുകയാണ്, നിങ്ങളെ ഇന്ന ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ട് വയ്ക്കുകയാണ്, ദേവസ്വം ചെയർമാനായിട്ട് വയ്ക്കുകയാണ്. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ദേവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല അടിച്ചു മാറ്റണം. അങ്ങനെ ചെയർമാനായി വയ്ക്കുന്നു, സ്വർണ്ണമാല അടിച്ചു മാറ്റുന്നു. അവസാനം നിരപരാധിയായ മേൽശാന്തി തിക്കുറിശിയാണ് ആ കഥാപാത്രം. അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു. ഒടുവിൽ ആ മേൽശാന്തി തൂങ്ങി മരിക്കുന്നു. അതാണ് ആ കഥയുടെ. ഞാൻ ഓർക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിനിമ പിടിച്ചപ്പോൾ പിണറായി വിജയനെപ്പോലൊരു മുഖ്യമന്ത്രിയും വാസവനെപ്പോലുള്ളൊരു ദേവസ്വം മന്ത്രിയും ഈ സംസ്ഥാനത്തുണ്ടാവുമെന്ന് എങ്ങനെ ആ പ്രൊഡ്യൂസർ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ വാസവൻ ചെയ്ത കാര്യം, അന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ സ്വർണ്ണപ്പാളി, തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയ ചെമ്പുപാളി. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വീണ്ടും എന്തിനാണ് ഇയാളെ ചുമതലപ്പെടുത്തിയത്? എന്തിനാണ് ഇതേ ഒരിക്കൽ ഫ്രോഡ് കാണിച്ച ആളെ? ഞാൻ ചോദിക്കുന്നത്, കൊണ്ടുപോകുമ്പോൾ സ്വർണത്തിൻ്റെ തൂക്കം നോക്കിയിരുന്നു, സ്വർണ്ണപ്പാളിയുടെ തൂക്കം നോക്കിയിരുന്നു, കൊണ്ടുവന്നപ്പോൾ തൂക്കം നോക്കിയിരുന്നു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ്ടും ഇതേ വ്യക്തിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തയച്ചത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നാണ്. ഇപ്പോൾ ഈ കേസിൽ ആരാണ് എട്ടാം പ്രതി? ദേവസ്വം ബോർഡ്. അന്നത്തെ ദേവസ്വം ബോർഡാണ് എട്ടാം പ്രതി. ആ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ പത്മകുമാർ മാത്രമല്ല, പത്മകുമാറിനോടൊപ്പമുള്ള CPIയുടെ പ്രതിനിധി ശങ്കർദാസ് ഉണ്ട്. ഞാൻ ബിനോയ് വിശ്വത്തിനോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇപ്പോൾ വായ തുറക്കാത്തതെന്താ? കാരണം നിങ്ങളുടെ നോമിനി ഉൾപ്പെടെയാണ് പ്രതി പട്ടികയിൽ നിൽക്കുന്ന എട്ടാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വന്ന വാസുവാണ് അന്ന് ദേവസ്വം കമ്മീഷണർ. പിന്നീട് പത്മകുമാർ മാറിയപ്പോഴാണ് ഈ വാസു വരുന്നത്. വാസു വരുമ്പോഴേക്കും കോവിഡ് തുടങ്ങി. അപ്പോൾ വാസു എന്ത് ചെയ്തു? ഈ കോവിഡായപ്പോൾ ഭക്തന്മാർ വരുന്നില്ലല്ലോ, ശമ്പളം കൊടുക്കാൻ കാശില്ല. ഇദ്ദേഹം ചെയ്തത് അവിടുത്തെ കിണ്ടിയും ഉരുളിയൊക്കെ വിറ്റു. അതിനുശേഷമാണ് ഈ വാസുവിനെ കിണ്ടി വാസു എന്ന് പിന്നീട് അറിയപ്പെടാൻ കാര്യം. ഇപ്പോൾ 3 പേരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഒന്ന് പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ ബോർഡ്, പത്മകുമാർ എന്ന വ്യക്തിയല്ല, ആ ബോർഡ്. 2 കിണ്ടി വാസുവിൻ്റെ ബോർഡ്. 3 ഇപ്പോഴത്തെ പ്രശാന്തിൻ്റെ ബോർഡ്. ഈ 3 പേർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അന്നത്തെ മന്ത്രി കടകംപള്ളിക്കുണ്ട് ഉത്തരവാദിത്തം. കടകംപള്ളി സ്വർണം കാണാതായതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞു, അതൊക്കെ കടകംപള്ളിയോട് ചോദിച്ചാൽ അറിയാമെന്ന് പറഞ്ഞു. ഉടനെ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു VD സതീശൻ. അദ്ദേഹം കടകംപള്ളി പറഞ്ഞ്, ഞാൻ സ്വർണം കൈകൊണ്ടൊന്നും എടുത്തിട്ടില്ല. VD സതീശൻ പറഞ്ഞ് വിറ്റതിൻ്റെ കഥ കടകംപള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. കടകംപള്ളി സ്വർണം ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും. എന്നാൽ കടകംപള്ളിയോട് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. സ്വപ്ന സുരേഷ് നിങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിശദ വിവരങ്ങൾ നിങ്ങൾ ഇവിടെ സഹോദരിമാരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇയാൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല. എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വപ്ന സുരേഷിനെതിരായിട്ട് ഒരു നോട്ടീസും അയച്ചിട്ടില്ല. കാരണം അതിൻ്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഒറ്റ നടപടി കൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്, സംശയമില്ല. അതേ പങ്ക്, അതിനേക്കാൾ ഇരട്ടി പങ്കാണ് ഈ വാസവനുള്ള. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ലേ? ഇന്ന് അദ്ദേഹം എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും മന്ത്രി അറിയണമെന്നില്ല, പിന്നെ ഇയാൾ എന്തിനാ മന്ത്രിയായിരിക്കുന്നതിന്? അത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലമായിട്ട്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ആചാര ലംഘനം കൂടെ ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഏറ്റുമാനൂരുകാർക്ക് 5 വർഷം മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ട് വന്നപ്പോൾ തൊട്ടറിയാം, നിരന്തരം ലംഘിക്കുകയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ.
ഇവിടെ നാട്ടം സുരേഷ് പറഞ്ഞല്ലോ, ദേവന്മാർ വഴിപാടായി നൽകുന്ന കൊടിക്കൂറ അത് കൊണ്ടുവന്ന് അത് സ്വീകരിക്കേണ്ട തന്ത്രി, ആ തന്ത്രിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇദ്ദേഹം വന്നിട്ട് ജയിച്ചു വാങ്ങുക.